ചെമ്മീൻ വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ്. അപ്പം നമ്മൾ കറി വെക്കാൻ കൊടുന്ന ചെമ്മീനാണ്, അത് വെച്ചിട്ടൊരു ബിരിയാണി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. എളുപ്പത്തിൽ തന്നെ ഒന്നും ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. ചെമ്മീൻ്റെ തൊണ്ടുകളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റുകളൊക്കെ വൃത്തിയാക്കലാണ് ഏറ്റവും പാടുള്ളത്. അന്ന് ഞാനതെല്ലാം ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ചെമ്മീൻ കൊടുന്നത് മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല, പകുതിയോളം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കി കൊടുന്നിട്ടുള്ള ചെമ്മീൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. 3 വിസിലെങ്കിലും വന്നാലാണ് ചെമ്മീൻ വെന്ത് കിട്ടുള്ളൂ. ചെമ്മീൻ വെക്കുന്ന സമയം കൊണ്ട് മസാല തയ്യാറാക്കുകയാണ്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സവാള കുറച്ച് സമയം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ഈ സവാളയിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതേപോലെ 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ പച്ചച്ചോവ ഒന്ന് മാറുന്ന വരെ ഇത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കണം. 2 ചെറിയ തക്കാളിയാണ് ഇതിനെടുത്തിട്ടുള്ളത്. തക്കാളിയും സവാളയൊക്കെ വഴന്ന് കിട്ടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ബിരിയാണിയിൽ അധികം ഇടാറില്ല. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. സവാള വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. മസാല ഒന്ന് സെറ്റായതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയ ചെമ്മീനാണ് കേട്ടോ. ബിരിയാണി വെക്കാൻ പറ്റിയ ചെമ്മീനും നല്ല കറി വെക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നാൽ നമ്മുടെ മസാല റെഡിയായി കിട്ടും. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. തയ്യാറാക്കാൻ വേണ്ടി കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു സവാളയുടെ പീസും കൂടെ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്.
ഈ വെള്ളത്തിലേക്ക് ഏലക്കായും കറുവപ്പട്ടയും ഗ്രാമ്പും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് അരിയാണ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ചെമ്മീൻ വേവിച്ചിട്ടുള്ള അതിൻ്റെ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് വെച്ചാൽ അതിനേക്കാൾ ഇത്തിരി കൂടുതൽ വെള്ളം എടുത്താൽ മതി കുക്കറിൽ വെക്കുമ്പോൾ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ റൈസ് തയ്യാറാക്കുമ്പോൾ 2 വിസിൽ മാത്രം വന്നാൽ മതി വെന്ത് കിട്ടാൻ. നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ബിരിയാണിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയും കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. 2 വിസിൽ വന്നപ്പോൾ തന്നെ നമ്മളുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. റൈസും മസാലയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രം സ്റ്റവിൽ വെച്ചോട്ട് ഇതിൽ ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. മസാല ഇട്ട് കൊടുക്കുക, അതേപോലെ റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുക. ബിരിയാണിയിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കാനാണ് ഇത്തിരി പ്രയാസം തോന്നുള്ളൂ. ബാക്കിയെല്ലാം എളുപ്പത്തിൽ തന്നെ കഴിയും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതേപോലെ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് മീനോ ബീഫോ എന്ത് വെച്ചിട്ടും നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കിയിട്ട് 2 മിനിറ്റ് സ്റ്റവിൻ്റെ മീതെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മളുടെ ബിരിയാണി റെഡിയായി കിട്ടും.
നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബിരിയാണി തയ്യാറാക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.